വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം സഭയെ ഒരു കാലഘട്ടത്തിൽ പണിതുയർത്തിയവരാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും. ഏത് ഘട്ടങ്ങളിൽ സഭയ്ക്ക് ബുദ്ധിമുട്ടുകളും തകർച്ചകളും നേരിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് സഭയിൽ നിന്നും സഭാവിശ്വാസികളായ മക്കളെ വിശുദ്ധരായിട്ട് അവരുയർത്തും. അവരുടെ വേദനകളും സഹനങ്ങളും രക്തസാക്ഷിത്വം കൊണ്ട് സഭയെ അവർ പണിതുയർത്താനായിട്ട് ഇടയാകുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവിശ്വാസികൾ വായിക്കുന്ന പുസ്തകങ്ങൾ ആരുടെയെന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പായുടെയാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു കാലത്തിൽ സഭയെ നിയമസംഹിതയിലൂടെ പണിതുയർത്താൻ നോക്കി. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം വിശുദ്ധന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടവും. അതോടൊപ്പം ഏറ്റവും വിശുദ്ധരായവരെ പ്രഖ്യാപിച്ച ഒരു മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സഭയെ പണിതുയർത്ത, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സഭയെ പണിതുയർത്ത ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മദർ ത്രേസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ അക്രൈസ്തവരുടെ ഹൃദയങ്ങൾ പോലും തുറക്കാനുള്ള ഒരു വലിയൊരു ശക്തി ദൈവമായ കർത്താവ് മദർ ത്രേസ്യയ്ക്ക് കൊടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ സഭയെ പണിതുയർത്താനായിട്ട്, സഭാവിശ്വാസികൾ മാത്രമല്ല അക്രൈസ്തവരെ പോലും പണിതുയർത്താനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത് മദർ ത്രേസ്യയിലൂടെയാണ്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ആഭിചാര പ്രവൃത്തികൾ ചെയ്തു കാരണവന്മാർ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ദുർമരണങ്ങൾ കടന്നു വന്നു, എന്തെങ്കിലും വിധത്തിൽ കൊലപാതകങ്ങൾ സംഭവിച്ചു, എന്തെങ്കിലും വിധത്തിൽ അങ്ങനെ ആത്മഹത്യകളോ മേഖലകൾ സംഭവിച്ചു, നമ്മൾ പറയുന്നൊരു കാര്യം, നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കാരണവന്മാർ ചെയ്തതല്ലേ, കാരണവന്മാർ ചെയ്തത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്ന അനേകരെ ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് ശ്രമിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഏത് കാരണവന്മാരെ എത്ര വലിയ തലമുറ എത്ര വലിയ പാപം ചെയ്താലും ആ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് യേശുക്രിസ്തു കാൽവരി മലയിൽ കുരിശിൽ രക്തം ചിന്തി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ പണർത്തു എന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊന്നും സാധിക്കില്ല അല്ലേ, എന്നല്ലേ പറയുന്നത്. വീട്ടിൽ അടിക്കടി അപകടങ്ങൾ വരുന്നു, ദുരന്തങ്ങൾ വരുന്നു, എവിടെയെങ്കിലും ധ്യാനത്തിന് പോകുന്നു, ഏതെങ്കിലും കൗൺസിലറെ സമീപിക്കുന്നു, ഏതെങ്കിലും അച്ഛന്മാരെ സമീപിക്കുന്നു, അവർ പറയും ഇത് 1-ാം പ്രമാണമാണ്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ പറയും 1-ാം പ്രമാണമുണ്ട്, 6-ാം പ്രമാണമുണ്ട്, അതിൻ്റെ ഫലമായിട്ട് 5-ാം പ്രമാണമുണ്ട്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ കുടുംബത്തിൽ അനർത്ഥങ്ങളും അപകടങ്ങളിലേക്കും കടന്നു പോകും. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുമ്പോഴേക്കും പകച്ചു പോകും, നമ്മൾ കേൾക്കുമ്പോഴേക്കും ഭയപ്പെട്ടു പോകും. ഇതിനെങ്ങനെയാണ് നമുക്കൊന്ന് പണിതു ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഒറ്റ ദിവസത്തെ മഴയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് മഴ പെയ്തു, ഡാമുകളെല്ലാം നിറഞ്ഞു, ഡാമുകളെല്ലാം തുറന്നു വിട്ടു, ഹൈവേയിലെല്ലാം വെള്ളപ്പൊക്കമായി. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ വെള്ളപ്പൊക്കത്തിലൂടെ ദേശത്തെ നശിപ്പിക്കില്ല, മനുഷ്യരെ നശിപ്പിക്കില്ല. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, കണ്ടീഷനും കൊണ്ടുണ്ട്, നിങ്ങൾ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. നമ്മളെ പിള്ളേരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് പറയും, ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെ ഞാൻ തല്ലില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിള്ളേർ വീണ്ടും പരിപാടി മാറ്റി ചെയ്തു, എന്തുണ്ടാവും? തല്ലാതിരിക്കോ? വഴിക്ക് പറയാതിരിക്കോ? കാരണം എന്താ, അവിശ്വാസത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ജനം പോയിക്കൊണ്ടിരിക്കുക, അന്ധവിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക്. അതിലും വലുത് അന്ധവിശ്വാസത്തേക്കാൾ കൂടുതലെന്താണെന്ന് വെച്ചാൽ സ്വവർഗ വിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും അതുപോലെ തന്നെ മയക്ക് വരുന്ന ആസക്തികളും വിശ്വാസരാഹിത്യത്തിൻ്റെ ആത്മാക്കളും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം മാനസാന്തരപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെതായ വഴികളും ചിന്തകളും രീതികളും ഉണ്ട്. അത് ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെന്നപ്പോൾ എൻ്റെ സഹോദരന്മാരോട് പറയും, നമ്മൾ ഇതിനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ പരിഹാരം. അപ്പോൾ അവർ ചോദിക്കും, ഇതെങ്ങനെ സാധിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഒരു കാലഘട്ടത്തിൽ സഭയെ പണിതുയർത്തിയ ഒരു വിശുദ്ധയുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അത്ര കൂടുതൽ നാളൊന്നും ജീവിച്ചിട്ടില്ല. ജീവിച്ചത് എത്ര വർഷം? 36 വർഷം മാത്രം ജീവിച്ച ഒരു പുണ്യ
പുണ്യാണ്. ശവം എടുക്കുമ്പോൾ പോലും വലിയ ജനക്കൂട്ടോ വലിയ ആഡംബരം ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ ശവമെടുക്കാണ്, ബെറിയിലാണെന്ന് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. പക്ഷേ അവൾ ജീവിച്ചപ്പോൾ സഹനങ്ങൾ ഏറ്റെടുത്തു. ആ സഹനങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് രണ്ട് വിധത്തിലാണ് നമുക്ക് രോഗങ്ങൾ കടന്നു വരുന്നത്. ആ അൽഫോൻസമ്മയെ രോഗത്തിലൂടെ പീഡിപ്പിച്ച ഒരു പൈശാചിക ശക്തിയുണ്ട്. പക്ഷെ ദൈവം അവളെ കാത്തു സൂക്ഷിച്ചിരുന്നു. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് രോഗങ്ങൾ കടന്നു വരും. രണ്ട്, വിശുദ്ധന്മാരെ മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തിരഞ്ഞെടുക്കും. അതുകൊണ്ട് രണ്ട് വിധത്തിലുള്ള: ഒന്ന്, പാപം ചെയ്താൽ പാപത്തിൻ്റെ പരിണത ഫലം; രണ്ട്, വിശുദ്ധനായ വ്യക്തികളെ ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പീഡാസഹനം നൽകണമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി എൻ്റെ അടുത്തൊന്നും വേണ്ടാത്ത പരിപാടി പറയരുതെന്ന് പറഞ്ഞു. ഇപ്പം ചേച്ചി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കർത്താവ് ഇതൊന്ന് മാറ്റിത്തരണമേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സഹനങ്ങൾ ചോദിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? സഹനങ്ങൾ കൊടുക്കും. ഇത്രയും നാൾ കഴിഞ്ഞ വർഷങ്ങൾ മഴയുണ്ടായില്ല, അതുകൊണ്ട് എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മഴ തുറന്നു കൊടുത്തു. ഇപ്പം എന്താ? മഴ വേണ്ട. ഒറ്റ ദിവസം കൊണ്ട് കേരള ജനതയ്ക്ക് മഴ വേണ്ട. അല്ലല്ലേ? ഈ കാലഘട്ടം നിയന്ത്രിക്കുന്ന ദൈവമാണ്. ദൈവം പറയുന്ന കാര്യങ്ങളനുസരിച്ചാൽ നമുക്ക് ജീവിക്കാൻ. ഇന്ന് സഭയിലുള്ളവർക്ക് കുർബാനയും കാണും, ഒപ്പം തന്നെ ആഡംബരങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക, ആഘോഷങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക. സഭ നിർജീവമായിക്കൊണ്ടിരിക്കുക, നിർവീര്യമായിക്കൊണ്ടിരിക്കുക. അല്ലേ? എല്ലാം തിന്ന് കൊഴുത്ത് വന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അതൊന്നും ഒരു കൃപയല്ല. അല്ലേ? നമുക്കറിയാം, അൽഫോൻസമ്മ രോഗിയായിട്ട് കിടക്കുമ്പോൾ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരിക്കാനായിട്ട് ഓടിച്ചെല്ലുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ അത്രമാത്രം തീഷ്ണത ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ആ വിശുദ്ധിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ യുവാക്കൾക്കോ നമ്മുടെ സമൂഹത്തിന് അമ്മമാർക്കോ അങ്ങനെ ഒരു തീഷ്ണതയില്ല. എല്ലാ കാര്യവും ചെയ്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. അല്ലേ? കൃപയാണോ? കാരണവന്മാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. തലേ ദിവസം തൊട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് അവർ ഒരുങ്ങുന്നത്. അല്ലേ? നമ്മൾ സഭയിലെ അംഗങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ ഇപ്പം സഭ ഇപ്രകാരമാണ്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു പയ്യൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ്, അച്ഛൻ ഞായറാഴ്ച കുർബാനയാണെങ്കിൽ തുടങ്ങുമ്പോൾ തൊട്ട് ഉപവാസം എടുത്താൽ തീർന്നു. കുർബാന സ്വീകരിക്കാൻ വരുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയച്ച വേണ്ടോ? ഒരു നിയമം കൊണ്ട് മനസ്സിലായ കാര്യം. 1 മണിക്കൂർ മുമ്പ് ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ അവൻ പറയണം, കുർബാന തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ആ കുർബാനയ്ക്ക് വേണ്ടി ഉപവസിച്ചാൽ മതി വെച്ചാൽ. കാരണം 1.25 മണിക്കൂർ വരുന്നതാണ് ഞായറാഴ്ച കുർബാന. അല്ലേ? ലാഘബുദ്ധിയോടെ ചിന്തിക്കുന്ന അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മളോ നമ്മുടെ പൂർവികരോ ഏതൊക്കെയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എങ്ങനെയൊക്കെയും ദൈവത്തെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയൊക്കെയും ദൈവത്തെ അകന്നുപോയി, എങ്ങനെയൊക്കെയും ദൈവ കൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ 11-12 തിരുവചനത്തിൽ പറയാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങളെ ഞാൻ പുനരുദ്ധരിക്കും. എന്താ? നമ്മുടെ പുരാതന നഷ്ടശിഷ്ടങ്ങളെ ദൈവമായ കർത്താവ് പറയും, ഞാൻ അതിനെ പുനരുദ്ധരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട പുരാതന സ്വത്തുക്കൾ, അല്ലെങ്കിൽ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ സമ്പത്തല്ല, എൻ്റെ പാരമ്പര്യത്തെ എനിക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പുനരുദ്ധരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. വീണ്ടും പറയാം, രണ്ടാമത് പറയാണ്, അനേക തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവകൽപ്പന ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങൾ പരിശുദ്ധമായിട്ട് ആചരിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച മാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു നിയമമോ ഒരു ചട്ടമോ ഒരു കൽപ്പനയോ ആയി ചിന്തിക്കാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമായ കർത്താവ് പറയാ, അതിനെ ആ തലമുറയെ പണിതുയർത്താനായിട്ട് നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തുകൊണ്ട് 2-3 തലമുറ കഴിയുമ്പോൾ നമ്മുടെ തലമുറ ഇല്ലാതാകും, നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ വരും തലമുറ ഉണ്ടാകില്ല. ഹല്ലേലൂയ. ചിലവർ പറയാണ്ട് 2 പെൺപിള്ളേർ മതി, അത് മാത്രം മതി, അത് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ അവർ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി. കാരണം എന്താ? ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് പെൺകുട്ടികളെ പിടിച്ച് പേടിയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ സഭയൊന്ന് ചിന്തിച്ചത്, ഒരു കേരളത്തിലെ യൂട്യൂബ് ശക്തമായിട്ട് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് സഭയിൽ
അംഗങ്ങൾക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ പെരുമ്പാവൂരുള്ള പയ്യൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ ആ ബൈക്ക് ഒരു ലോറിയിൽ ഇടിച്ച് അവർ വീണു. കൊച്ചിൻ്റെ പേര് കേൾക്കുമ്പോഴും ഒരു ആ മതസ്ഥരുടെ പേര് പോലെ തോന്നി. പക്ഷേ അവസാനം കിടക്കുന്ന പേര് ജോസ് എന്ന ഒരു പേരാണ്, ജോസ്. അതിനെ അന്വേഷിച്ച് വന്നപ്പോൾ ആദ്യം പത്രത്തിലൊക്കെ വന്നു, അത് വലിയ ന്യൂസായിട്ട് മാറിയില്ല. പക്ഷേ അത് ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി എറണാകുളത്ത് MBBSന് എൻട്രൻസ് വായിച്ചു അല്ലേ? ഫിയോണ എൻട്രൻസ് പഠിക്കാൻ വന്നതാ. എൻട്രൻസ് പഠിക്കാൻ വന്നപ്പോൾ ആലുവയിലുള്ള ഒരു പയ്യനായിട്ട് സ്നേഹത്തിലായി. ആ എൻട്രൻസ് ക്ലാസ്സിൻ്റെ അവസരത്തിൽ പോലും ഈ ബൈക്കിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബൈക്ക് ഒരു ലോറിയിൽ ഇടിച്ച് വീണ് ആദ്യം ചെറുക്കൻ മരിച്ചു, പിന്നീട് പെണ്ണും മരിച്ചു. പെണ്ണും ചെറുക്കനും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത് ഒരു ലവ് ജിഹാദാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ രണ്ട് മതസ്ഥർ. വീട്ടിലറിഞ്ഞിട്ടില്ല, വീട്ടിൽ വലിയ പ്രതീക്ഷയാണ്. ഇവൾ നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയാണ്, നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഇവൾ പഠിച്ച് ജയിച്ച് ഒരു ഉന്നത പദവി കിട്ടിയിട്ട് കുടുംബം ഒന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റിലൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബാംഗങ്ങൾ അറിയുന്നത്. ഇങ്ങനെ മാതാപിതാക്കന്മാർക്ക് ഒരിക്കൽ പോലും ഈ പയ്യൻ്റെ പേര് പറഞ്ഞ് അവൾ കേട്ടിട്ടില്ല. അതാണ് നമ്മുടെ കുട്ടികളെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക, ഹൃദയത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. അല്ലേ ലിയാം? ഞാൻ ആ യൂട്യൂബ് ആ കൊച്ചിൻ്റെ ബെറിയിൽ അടിച്ചു നോക്കി. ഏകദേശം 64,000 ആൾക്കാരാണ് ആ ശവടുപ്പ് കാണാൻ വേണ്ടി ഒന്ന് കയറിയത്. കാരണം എന്താ? അവിടെ പറയുന്ന പ്രസംഗം എന്താണെന്ന് അറിയണം. അല്ലേ ലിയാം? അല്ലേ? സഭയുടെ അംഗങ്ങൾ ഇന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന സംഭവം കണ്ടപ്പോൾ ആ മനുഷ്യൻ പറയാ, ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇന്ന് സഭയിൽ ഇന്ന് വിശ്വാസം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുക. അല്ലേ ലിയാം? നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റുന്നു എന്നാണ് ആ മനുഷ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലേ ലിയാം? അല്ലേ ലിയാം? അതുകൊണ്ട് നമ്മുടെ നഷ്ടശിഷ്ടങ്ങളെ പണിതുയർത്താൻ നമുക്ക് കഴിവുണ്ട്. അതിന് ദൈവം നമ്മളെ സഹായിക്കും. അതാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയാണ് പൊളിഞ്ഞ മതിലുകൾ. നമ്മുടെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന മതിലുകൾ പുനരുദ്ധരിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകും. നമുക്ക് കഴിയില്ല എന്ന് പറയരുത്, നമുക്ക് സാധ്യതയില്ല എന്ന് പറയരുത്. അല്ലേ ലിയാ? നമ്മൾ പറയുന്നത് അറിയാം, ഇതൊക്കെ എങ്ങനെ കഴിയും അല്ലേ? ഇതെങ്ങനെ? ഒരു ചേച്ചി ഇവിടെ ഒരു 3 വർഷമായിട്ട് വരുന്നൊരു സഹോദരിയാണ്. കുറേ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. ഉപവാസം ഒരാഴ്ചയിൽ പല ദിവസങ്ങളിൽ ഉപവാസം എടുക്കും. പക്ഷെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. അല്ലേ ലിയാം? നമ്മളെപ്പോഴും ഉപവാസം എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനാ? പ്രശ്നം തീരാൻ വേണ്ടിയാണ്. അല്ലേ? പ്രശ്നം തീരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവവുമായിട്ടുള്ള ബന്ധം സുസ്ഥിതമാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എവിടെ കിടക്കുന്നത്? 58-ന്റെ 2:3 കിടക്കുക. പ്രകാരം പറയാ, നീ നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത എന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കും. അതാ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ള. അല്ലേലിയ? ദിവസേന അവരെന്നെ അന്വേഷിക്കുകയും എന്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുടുംബം തലമുറ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തിൻ്റെ പരിഹാരമാണ് എല്ലാ ദിവസവും കർത്താവിനെ തേടുക. ആദ്യം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഈ ചേച്ചി എൻ്റെ മുറിയിൽ വന്നിരുന്നു. അച്ഛൻ പറയാറില്ലേ പ്രാർത്ഥിക്കണമെന്ന്? അച്ഛൻ പറയാറില്ല ഉപവാസം എടുക്കണമെന്ന്? അച്ഛൻ പറയാറില്ലേ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയെന്ന്? എന്നിട്ട് എന്താ ഫലം അച്ഛാ? എന്താ ഗുണം കിട്ടിയ അച്ഛാന്ന്? ഇങ്ങനെ ഞാൻ ഒന്നും വേണ്ടിയില്ല, കേട്ടിങ്ങനെ ഇരുന്നു. ഞാൻ കുറേ നേരം കേട്ട് കഴിഞ്ഞ് അവസാനം ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ. ചേച്ചിക്ക് വേണ്ടെന്ന് പ്രാർത്ഥിക്കാം. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചേച്ചി പറഞ്ഞു, എൻ്റെ വിഷമമാണ് അച്ഛാ പറയണം, ഞാൻ എത്രയും പ്രാർത്ഥിച്ച് കർത്താവ് കേൾക്കുന്നില്ലല്ലോ, കർത്താവ് ഒരു ഉത്തരം എനിക്ക് തരുന്നില്ലല്ലോ എന്ന്. ഞാൻ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല കർത്താവ് ഉത്തരം തരുന്നത്. നമ്മൾ ചിന്തിക്കുന്ന സമയത്താണോ കർത്താവ് ഉത്തരം തരുന്നത്? ആണോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 വ്യക്തികൾ എന്നോട് സോറി പറഞ്ഞു കയറി. ഒരു UK നിന്നൊരു സഹോദരി എന്നെ വിളിച്ചു. അച്ഛാ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ സോറി ഫാദർ, അച്ഛന് എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ ചോദിച്ചു എന്താണ്? ഇവിടെ വന്നിട്ട് ക്യാൻസർ മാറിയതാണ്, ഇവിടെ വന്നിട്ട് കാലിൻ്റെ വേദനയ്ക്ക് മാറിയതാണ്. അപ്പോൾ സഹോദരി കഴിഞ്ഞ ഞായറാഴ്ച 3ാമത്തെ ഞായറാഴ്ച എന്തോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൗഖ്യത്തിൻ്റെ ആരാധന നടത്തുന്ന സമയത്ത് കാലുകളുടെ വേദന ഇങ്ങനെ പോയിന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പല നാളുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ മുമ്പ് പറയുന്ന കാലുവേദന പോയിന്ന.
അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തമാശയ്ക്ക് ഒന്ന് കളിയാക്കി നോക്കി. അച്ഛന് എപ്പോൾ നോക്കിയാലും ഈ കാലുവേദന മാറി എന്നല്ലേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലേ എന്ന് വെച്ച്. എന്തുണ്ടായി ചേച്ചി പിറ്റേ ആഴ്ചയിൽ ഈ ഞായറാഴ്ച പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ ഒരു അവിശ്വാസം കടന്നു വന്നുകൊണ്ട് ഈ ഞായറാഴ്ച പോയി പള്ളിയിൽ നിൽക്കുമ്പോൾ കാലുവേദന തുടങ്ങി. സൗഖ്യപ്പെട്ട കാലുവേദന വീണ്ടും തുടങ്ങി. അപ്പം ചേച്ചിക്ക് മനസ്സിലായി, എന്താ കർത്താവ് എനിക്ക് ഈ പണി തന്നു. ഞാനും പല പ്രാവശ്യം ചോദിക്കാം, കർത്താവ് ഇത് കാലുവേദനയല്ല പേര്. അപ്പം എന്നോട് കർത്താവ് പറയാം, അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയും. അതങ്ങ് പറഞ്ഞത്. നമ്മളിപ്പോൾ കർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്, എന്താ പറയേണ്ടതെന്ന് ഉണ്ടോ? കർത്താവ് പറയുന്നത് പറയുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ്റെ പ്രവാചകൻ്റെ ദൗത്യം. ഹല്ലേലൂയ. അപ്പോൾ ചേച്ചി വൈകിട്ട് വിളിച്ചിരിക്കുകയാണ്, അച്ഛാ എൻ്റെ കാലുവേദന തുടങ്ങി. ഞാൻ UK എന്നാണ് വിളിക്കുന്നത്. എന്നെ അച്ഛനെ അറിയാം, എൻ്റെ ക്യാൻസർ മാറിയത്, എൻ്റെ പലവിധ രോഗങ്ങൾ മാറിയത്, അവിടെ വന്നിട്ട് കാലുവേദന മാറിയത് 1-2 വർഷങ്ങൾക്ക് മുമ്പ് കാലുവേദന മാറി, ഇന്ന് കാലുവേദന തുടങ്ങി അച്ഛാ. അതിൻ്റെ കാരണം പറയുമ്പോൾ വീണ്ടും പറയും, സോറി അച്ഛാ എന്നോട് ചൂടാവരുത്. എന്താ അച്ഛനിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ അച്ഛന് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു. ഇനി അച്ഛനൊരു കാര്യം ചെയ്യണം, ഇതൊന്നും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ചേച്ചി വിട്ടിരിക്കുകയാണ്. ഈ ചേച്ചിക്ക് ഇങ്ങനെ ഇരുന്ന് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന ശക്തമായിട്ട് ഭിന്നതയുടെ കലഹത്തിൻ്റെ ആത്മാവിനെ അങ്ങ് ബന്ധിച്ചു. കാരണം ഈ ചേച്ചി കുടുംബം ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവേ ഈ വേദനയും ഈ കേട്ടതെല്ലാം വെച്ചിട്ട് നമ്മൾ നല്ല ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ പിറ്റേ ദിവസം ഈ ചേച്ചി കടന്നു വന്നപ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടായ വലിയൊരു ഭിന്നത. അവർ കിലോമീറ്റർ അകലെ, ഒരു 100-200 കിലോമീറ്റർ അകലെ ഉള്ളവർ അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഒരു അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ തമ്മിൽ പരസ്പരം ഉണ്ടായിരുന്നു. അവ കുടുംബാംഗങ്ങൾ പരസ്പരം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കൾ സംസാരിക്കില്ലായിരുന്നു. അന്ന് ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ വേറെ ആരോ പരത്തിയതാണ്. അത് രണ്ടാളും തുറന്ന് സംസാരിച്ചു. അത് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ഇങ്ങനെ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വ്യക്തിയും പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഈ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളോട് ആരാ പറഞ്ഞു തന്നെങ്കിലും അത് തെറ്റാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ശുശ്രൂഷാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരി പറയാം, അച്ഛാ ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ പിൻവലിക്കുന്നു. കാരണം പിറ്റേ വെള്ളിയാഴ്ച ഞാൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വലിയൊരു വിടുതൽ കർത്താവ് തന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വലിയൊരു ഭിന്നത അവിടെ ഒഴിവാവാനിട വന്നു. ഹല്ലേലൂയ. ഭിന്നതയോ കലകോ ബുദ്ധിമുട്ടോ കൊണ്ടുവരുന്ന ആരാന്ന് വെച്ചാൽ അത് പരിശുദ്ധാത്മാവൊന്നുമല്ല, അത് അശുദ്ധിയുടെ ആത്മാവാണ്. ഭിന്നതയുടെ ലോക സുഖത്തിൻ്റെ ആത്മാവാണ്, ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനം. അല്ലെങ്കിൽ നന്നായിട്ട് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ. ഇപ്പം എന്തായി? കത്തോലിക്ക തിരുസഭയിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പോയി നമ്മുടെ മക്കൾ പ്രാർത്ഥിച്ച് ആ ദേശങ്ങളുടെ ഇടവകൾ പൂട്ടിക്കിടന്ന ഇടവകൾ തിരിച്ചു പിടിച്ച് നമ്മൾ കുർബാന തുടങ്ങിയപ്പോൾ എന്തായി? ഇപ്പം എല്ലാ ദേശങ്ങളിലും എന്തായി? ഒരു ലിറ്റർജിയുടെ പേരിൽ വലിയ കോലാഹലം കടന്നു. അല്ലേ? വലിയ കോലാഹലം. പിശാച് തന്ത്രപൂർവ്വം ചെയ്തില്ലേ? ചില ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വലിയൊരു ഭിന്നതയാണ് സീറോ മലബാർ സഭയെ ഭിന്നിപ്പിക്കാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലേ? ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ 1-ാം പ്രമാണം ലംഘിക്കുന്ന. സ്നേഹമുള്ളവരെ, സഭയെ പോലും ഭിന്നിപ്പിക്കുന്ന ആ പിശാച് ഇന്ന് സഭയിലെ വൈദികരിലും സന്യസ്തരിലും ആ ഭിന്നതയുടെ ആത്മാവ് വിതച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് സഭ എങ്ങോട്ട് നടക്കണം? കർത്താവിലേക്ക്, രമ്യതയിലേക്ക് നടക്കണം. പുരോഹിതന്മാർ മുകളിൽ തൊട്ട് താഴെ വരെ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ആത്മഹത്യ പ്രവണതകൾ വൈദികരും സന്യസ്തരിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ഭിന്നതയുടെ ആത്മാവ് സഭയുടെ ലിറ്റർജിയിൽ മാത്രമല്ല തുടങ്ങിയിരിക്കുന്നത്, സഭയിലെ വൈദികരെയും സന്യസ്തരെയും പീഡിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനെ നമ്മൾ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ, പണിതുയർത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഇനിയും അനേകർ ഭിന്നതയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കാൻ ഇടയാവോ? ആ മനുഷ്യൻ രണ്ടാമത് പറഞ്ഞ്, ഒന്ന് ഈ ചങ്ങനാശ്ശേരിയിൽ മരിച്ച കൊച്ചിനെ കുറിച്ചാണ് ചിന്തിക്കുക. രണ്ടാമത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയിൽ വൈദികരെ സന്യസ്തരെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരിൽ ഇന്ന് ഭിന്നതയുടെ ആത്മാവ്, കലഹത്തിൻ്റെ ആത്മാവ്
പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് ദൈവം കാൽവരി മലയിൽ, ഇത് യെശയ്യാ പ്രവാചകൻ പറയുന്ന സംഭവമാണ്. യെശയ്യാ പ്രവാചകൻ സൂചിപ്പിക്കുന്നതും പറയുന്നതും എല്ലാം ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ യേശയ്യാ ദിവ്യ പ്രവാചകൻ പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മൂന്നാമത് പറയുന്നത് എന്താ? ഞാൻ പൊളിഞ്ഞ കിടക്കുന്ന മതിലുകൾ ഞാൻ പുനരുദ്ധരിക്കും. സഭയിൽ പൊളിഞ്ഞു കിടക്കുന്ന, സഭയുടെ കൂട്ടായ്മയിൽ പൊളിഞ്ഞു കിടക്കുന്ന മതിലുകൾ ഏതൊക്കെയാണെന്നും വേലികൾ ഏതൊക്കെയാണെന്നും വാതിലുകൾ ഏതൊക്കെയാണെന്നും മുകൾ തൊട്ട് താഴെ വരെ, താഴെ തൊട്ട് മോള് വരെ ചിന്തിച്ചുകൊണ്ട് അത് പണിതുയർത്തേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ വീടിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന മതിലല്ല, അല്ലെങ്കിൽ വീടിൻ്റെ അസ്ഥിവരം. കഴിഞ്ഞ ദിവസം ചേട്ടൻ വന്ന് പറഞ്ഞ ഇപ്രകാരമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇന്നലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്ന ചേട്ടന്മാരോട്, തൊട്ടടുക്കുന്ന അയൽക്കത്തുകാരോട് പറഞ്ഞു, ഈ മരം ഒന്ന് വെട്ടിത്തരണം, ഇതെൻ്റെ വീടുമേലേക്ക് വീഴുന്നു. പല ആവർത്തി പറഞ്ഞു, വെട്ടിക്കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം കാറ്റുണ്ടായി, കഴിഞ്ഞ വെള്ളിയാഴ്ച കാറ്റുണ്ടായപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ മരം, നല്ല നീളമുള്ള മരം, ഈ വീടുമേലേക്ക് വീണു. പക്ഷേ വീട്ടിലുള്ള 4 ആളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്ഭുതകരമായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, പ്രാർത്ഥിച്ചു കൊണ്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, രക്ഷപ്പെട്ടത് ഭാഗ്യം. കർത്താവ് മരം വെട്ടി നമ്മുടെ വീടുമേലേക്ക് വിടുമോ? കർത്താവിൻ്റെ പണി മരം വെട്ടുകാരൻ്റെ ജോലിയാണ്? അല്ല. പിശാച് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സർവത്ര ശക്തി ഉപയോഗിച്ച് വിശ്വാസത്തിൽ നമ്മൾ പടുത്തുയർത്താൻ, വിശ്വാസം ഒന്ന് കരുപ്പിടിക്കാൻ, വിശ്വാസം ഒന്ന് പണിതുയർത്താൻ വേണ്ടി നോക്കുമ്പോൾ അവൻ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ അടവുകളും എല്ലാ രീതികളും അവൻ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ മതിലുകൾ, നമ്മൾ വേലികൾ, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഭദ്രത, അടിസ്ഥാനം നമ്മൾ പണിതുയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1.5 കിലോമീറ്ററോളം ആഴത്തിലാണ് സൗദി അറേബ്യയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ കെട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത്രമാത്രം ഉയരമുണ്ട് അതിൻ്റെ ബിൽഡിങ്ങിന്. നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം വിശ്വാസത്തിൻ്റെ ഉയർച്ച ആവശ്യമുണ്ടോ അത്രമാത്രം അടിസ്ഥാനമിട്ട് നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ പണിതുയർത്തിയാൽ, എത്രമാത്രം അടിസ്ഥാനം ആഴങ്ങളിലേക്ക് പോകുന്നുണ്ടോ അത്രമാത്രം ആ കുടുംബം ബലവത്തായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൊളിഞ്ഞു കിടക്കുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറകൾ, പൊളിഞ്ഞു കിടക്കുന്ന നമ്മുടെ മതിലുകൾ, നമ്മുടെ വേലികൾ നമ്മൾ പുനരുദ്ധരിക്കണം. ഹല്ലേലൂയ. 4ാമത് പറയുന്ന ഇപ്രകാരമാണ്, ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, സ്നേഹമുള്ളവരെ, ഭവനങ്ങൾ പണിതുയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാകുന്ന ഭവനങ്ങൾ പണിതുയർത്താനായിട്ട് ദൈവം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ ബലി ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഹല്ലേലൂയ. ഒന്നാമത് പ്രകാരം പറയാം, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, അല്ലേ? അതാദ്യത്തേത്. 2ാമത് പറയാം, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാവും. ഏത് മരുഭൂമിയിലാണ് സമൃദ്ധി ഉണ്ടാവുന്നത്? അല്ലേ? ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോയപ്പോൾ സമൃദ്ധി ഉണ്ടായോ? അവരെ കാത്തു പരിപാലിച്ചില്ലേ? ഹല്ലേലൂയ. കർത്താവ് മരുഭൂമിയിലും നമുക്ക് സമൃദ്ധി തരുന്നവനാണ്. അതുകൊണ്ട് പറയണത്, 2ാമത് പറയുന്നത്, നിനക്ക് മരുഭൂമിയിലും നിനക്ക് ഞാൻ സമൃദ്ധി നൽകും. 3ാമത് പറയുന്നത് പ്രകാരം, നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും. ചില ചേച്ചിമാരും ചേട്ടന്മാരും വന്നിട്ട് പറയാറുണ്ട്, അച്ഛാ അസ്ഥി തേമാനാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അസ്ഥി വളഞ്ഞു പോകുന്നൊരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടുത്തെ വികാരി പറയാ, ഇവിടുത്തെ കപ്പ്യാരൻ്റെ ഭാര്യയുടെ മകളുടെയും നട്ടെല്ല് വളഞ്ഞു പോകും, വളഞ്ഞു പോയിട്ട് വളഞ്ഞു കിടക്കാണ് അവർ. അല്ലെങ്കിൽ അസ്ഥിക്ക് തേയ്മാനം വരിക, അസ്ഥി ഒടിഞ്ഞു പോവുക, അസ്ഥി വളഞ്ഞു പോവുക, അല്ലെങ്കിൽ അസ്ഥി പൊടിഞ്ഞു പോവുക. ഇപ്പോൾ ഒരു രോഗമുണ്ട്, നമ്മൾ ഈ സ്റ്റിറോയിഡ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 55 വയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ്, നമ്മൾ എവിടെയെങ്കിലും തട്ടുമുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ അസ്ഥി പൊട്ടിപ്പോവും. അല്ലേ? 3ാമത് പറയുന്നത്, നിൻ്റെ അസ്ഥികളെ ഞാൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ നട്ടെല്ല് അല്ലെങ്കിൽ അസ്ഥികൾ ബലപ്പെടുത്തും, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പടുകയും. 4ാമത് പറയാണ്, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും വറ്റാത്ത നീരുറവ് പോലെയും നിന്നെ ആക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ
നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ആ തോട്ടങ്ങളെല്ലാം നശിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ നീരുറവ ഉണ്ടായിരുന്നു, ആ നീരുറവയും നഷ്ടപ്പെട്ടു. ഇപ്പൊ കർത്താവ് പറയാ, നട്ടു വളർത്തിയ പൂന്തോട്ടം പോലെയും വറ്റാത്ത നീരുറവ പോലെയും നീ ആയിത്തീരും. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? നീ ചെയ്യുകയാണെങ്കിൽ, ഇത് ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത് പറയാം, നിന്റെ പുരാതന നഷ്ടതിഷ്ടങ്ങൾ ഞാൻ പുനരുദ്ധരിക്കും. ആറാമത് പറയാം, അനേകം തലമുറകൾക്ക് നീ അടിസ്ഥാനമിടും. തലമുറ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഒരു കൊച്ചു ജനിച്ച് ഇത് മതി, അല്ലെങ്കിൽ 2 കൊച്ചു ജനിച്ച് ഇത് മതി, അല്ലെങ്കിൽ പെൺകൊച്ച് 2 മതി, അത് മതി. അല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു കുടുംബത്തിൽ വളരണം. കാരണം എന്താ? പെൺകുട്ടികളുടെ തലമുറ വർദ്ധിക്കുകയും ആൺകുട്ടികളുടെ തലമുറ നിലനിൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കാരണവന്മാരുടെ പേര് വിളിക്കപ്പെടുന്നത് എങ്ങനെയാ? ആൺമക്കളിലൂടെയാണെങ്കിൽ പെൺമക്കളിലൂടെയാണ് ജനം ജനിച്ച് വളരുന്നത്, അല്ലെ? സഭ വളരുന്നത്. സഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരുക എന്നുള്ള അതാണ്. അതുകൊണ്ടാണല്ലോ പ്രത്യേക സമൂഹം നമ്മുടെ പെൺകുട്ടികളെ ടാർഗറ്റ് ഇട്ട് നശിപ്പിക്കുന്നതിന് കാരണം, പെട്ടുകുട്ടികൾ നശിച്ചാൽ സഭയില്ലാതാകും. പെൺകുട്ടികൾ നശിച്ച സഭയില്ലാതാവില്ല, അല്ലേ? കാരണം നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ ഈ കുടുംബാസൂത്രണം കടന്നു വന്നു. നമ്മുടെ ആൾക്കാർ അതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചെയ്തു. ഇപ്പം എന്തായി? നമുക്കൊന്ന് ഇപ്പം എന്താ? അത് ഏതെങ്കിലും ഒരു അപകടത്തിലൂടെ പോകും. അതെടുത്ത് ഇവിടെ വന്നൊരു കുടുംബമുണ്ട്, അവർക്ക് 2 മക്കളുണ്ടായുള്ളൂ. കഴിഞ്ഞ വർഷം അവരിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് 3ാമതൊരു കൊച്ചിനെ തരുന്നു എന്ന് പറയും. ആദ്യത്തെ 2 ഓപ്പറേഷൻ കണ്ട സ്ത്രീക്ക് ശരീരം അധികമില്ല. ഞാൻ പറഞ്ഞു, സഹോദരനോട് പറഞ്ഞു, അവർ വിശ്വസിച്ചു. ഇവർ പോയിട്ട് തീരുമാനം എടുത്തിട്ട് വന്നു പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ അടുത്ത കൊച്ചിന് ജന്മം കൊടുക്കാൻ വേണം. വലിയ ഞാൻ അവരെ പ്രാർത്ഥിച്ചു വിട്ടു. അത് കഴിഞ്ഞ് അവർ വന്ന് പറഞ്ഞു, അവൾക്ക് വയറ്റിലുണ്ട്, കുട്ടിയുണ്ട് അച്ഛാ, ഒന്ന് ഇവിടെ കേരളത്തിൽ അവർ വരുമ്പോൾ എല്ലായ്പ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലായ സമയത്ത് അവരെ വിളിച്ചു, അച്ഛാ പ്രാർത്ഥിക്കണം, നോർമൽ പ്രസവം, 2 കിലോ ഉണ്ട് കുട്ടി, നോർമൽ പ്രസവം. ആദ്യത്തെ 2 എന്തോ ഓപ്പറേഷനാണ്, അടുത്തത് നോർമൽ പ്രസവം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കുട്ടികളെ കർത്താവ് ഉദരബലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. നമുക്ക് ഉദരബലം വേണ്ട, എന്ത് വേണം? ജോലി വേണം. ഒരാൾക്ക് ജീവിക്കാനുള്ള വക ഒരാൾക്ക് തരും കർത്താവ്. കുറേ മക്കളുണ്ടെങ്കിൽ അതിനുള്ള വക കർത്താവ് തരും. ഹല്ലേലൂയ. കർത്താവും കണക്ക് കൂട്ടി നോക്കാതെ ഒന്നല്ല നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. കാരണം കണക്കില്ലാത്തവനൊന്നല്ല കർത്താവ്, കണക്ക് നന്നായിട്ടുള്ളവനാണ് കർത്താവ്. ചില കാര്യങ്ങൾ കണക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേതാണെന്ന് വെച്ചാൽ കരണിക്ക് ചോദിച്ചാൽ കണക്കില്ല കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത് പറയാ, അനേകം തലമുറകൾ നീ അടിസ്ഥാന പണിത് മക്കളെ ജനിപ്പിക്കണം കുടുംബത്തിൽ. ഹല്ലേലൂയ. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടുംബം നശിച്ചതുപോലെ ഇന്ന് കുടുംബങ്ങൾ നശിച്ചു പോകുമ്പോൾ അവസാന കാലത്തല്ല ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ചെന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു, മകനോട് പറഞ്ഞു, അവന് 21 വയസ്സെന്നാ. ഞാൻ പറഞ്ഞു, ഒരു 25 വയസ്സാകുമ്പോൾ കല്യാണം ചെയ്യണം. അപ്പോൾ അവൻ്റെ അമ്മ പറയാം, ഞാൻ 21 വയസ്സിലാണ് നിന്നെ പ്രഗ്നൻസിയിൽ കല്യാണം കഴിഞ്ഞ് നിന്നെ ജനിപ്പിച്ചത്. എന്താണ്? അതുകൊണ്ട് അവന് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട്. നമ്മുടെ പിള്ളേരെ എപ്പോഴാണ് കല്യാണം ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 30, 35, 40 വയസ്സാകുമ്പോൾ കല്യാണം ചിന്തിക്കുക, അല്ലേ? പുതിയ തലമുറയുടെ രീതി അതാണ്. നന്നായിട്ട് പഠിക്കുക, ജോലി എടുക്കുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക. എന്നിട്ട് ഒരു 30 വയസ്സ് 35 വയസ്സാകുമ്പോൾ കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികൾ പറയും 35 വയസ്സായ ആൾ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇടവകളിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടത്താത്ത പുരുഷന്മാരാണുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തലമുറ നിലനിർത്തണമെങ്കിൽ, തലമുറകൾക്ക് അടിസ്ഥാനമിടണമെങ്കിൽ മക്കളെ ജനിപ്പിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, മക്കളെ ജനിപ്പിക്കണം. ആ സഹോദരൻ ഇന്നലെ വിളിച്ചിരിക്കുക, അച്ഛാ നോർമൽ പ്രസവമാണ്, 2 കിലോ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന പ്രകാരമാണ്, കൊച്ചു ജനിച്ചാൽ അതിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണ്ടേ, അതിന് ഫീസ് കൊടുക്കണ്ടേ, അതിന് സ്ഥലം വേണ്ടേ, എന്താ കണക്കൂട്ടില്ലാതാ. 7ാമത്തേത്, പൊളിഞ്ഞ മതിലുകൾ ഞാൻ പുനരുദ്ധരിക്കും. 8 പറയാണ്, 8 എന്ന് പറഞ്ഞ്, ഭവനങ്ങൾക്ക് കേടുവെക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും, സാപത്തിന്റെ ചവിട്ടി മെതിക്കുകയും നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം സാപത്തിനെ ചവിട്ടി മെതിക്കുന്ന നീ പിന്തിരിയണം. എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക.
എന്നിട്ട് പറയാണ് സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായും കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെ വിശ്വാസികൾ പോകുന്ന സ്വന്തം വഴിയിലൂടെയാണ്. എന്നിട്ട് പോയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും, സ്വന്തം കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് പോയിട്ട് അതാ ഞാൻ പറഞ്ഞ ചേച്ചി ഇരുന്ന് ഇങ്ങനെ പറയാ, ഇത്ര നാൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുത്തു, എല്ലാ ദിവസവും നോമ്പെടുത്തു, എന്നിട്ട് എന്താ പ്രശ്നം മാറാത്ത എന്നോടാണോ ചോദിക്കേണ്ടത്, മുകളിലേക്കാണോ ചോദിക്കേണ്ടത്? എവിടെ ചോദിക്കേണ്ടത്? അല്ലേ ലിയ? അല്ലേ, മുകളിലേക്കല്ലേ ചോദിക്കേണ്ടത്? കർത്താവേ, എൻ്റെ പ്രശ്നത്തിന് നീ ഒരു പരിഹാരം നൽകണമേ എന്ന് പറയാം. അല്ലേ അല്ലേ ലിയ? കേരളത്തിൽ നിന്ന് അടുത്തൊരു വിശുദ്ധ വരാൻ പോകുന്നുണ്ട്. ആരാണെന്ന് പറയുമ്പോൾ സെലിൻ കണ്ണനായിക്കൽ. 33 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഉടുപ്പിട്ടിട്ട് 33 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അല്ലേ ലിയ? ആ ഖബറിടം അടക്കിയ ഖബറിടം വിദ്വേഷികൾ വന്ന് അവിടുത്തെ കുരിശെല്ലാം അടിച്ച് നിരപ്പാക്കി. ഒരു കുരിശ് മാത്രം അടിക്കും തോറും പൊങ്ങി വന്നു. കള്ളന്മാരെ പിടിച്ചു. 2001 കണ്ട ആ മതഭീകരവാദികളെ പിടിച്ചിട്ട് പോലീസ് അവരോട് ചോദിച്ചു, നിങ്ങളിൽ കിടക്കുന്ന എല്ലാ കല്ലറയുടെയും കുരിശടിച്ച് നശിപ്പിച്ചില്ലേ, ഇതെന്താ നശിപ്പിക്കുക? അവർ പറയാണ്, ഞങ്ങൾ ഈ കൂടം കൊണ്ട് ഇടിക്കും തോറും ഇത് പൊങ്ങി വരാം. ഈ കൂടമുണ്ടല്ലോ, കൂടത്തിന് ആഞ്ഞിത് ഞങ്ങൾ അടിക്കുകയാണ്, കുരിശ് നശിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ പ്രത്യേക കുരിശിനെ ഇല്ലാതാക്കുക. ഞാൻ പോയി കണ്ടൊരു കാര്യം, ഞാനും അത് കാണാൻ പോകണ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ പോയി കണ്ടു. ബാക്കി എല്ലാ കല്ലറയുടെയും കുരിശ് നിലത്ത് കിടക്കുകയാണ്, ഈ കുരിശ് മാത്രം പൊങ്ങി വന്നു. അതോടുകൂടി അവരെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ബോഡി അവിടെ നിന്ന് എടുത്ത് പള്ളിയിൽ സ്ഥാപിച്ചു. അതാണ് സെലിൻ കണ്ണനായിക്കൽ. അല്ലെങ്കിൽ 33 വർഷം മാത്രം ജീവിച്ചുള്ളൂ. രോഗങ്ങളുടെ പെരുമഴയായിരുന്നു, സഹനങ്ങളുടെ തീച്ചൂളയുടെ. അതുകൊണ്ടാണ് അൽഫോൻസമ്മയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും വിശേഷിച്ച് സഹനങ്ങളുടെ പുത്രി. സഹനമാണ്. നമുക്കാണെങ്കിൽ സഹനം വേണ്ട, അല്ലേ? പിന്നെ എങ്ങനെ രക്ഷപ്പെടും? സഹനം ഏൽക്കാതെ നമുക്കൊരു കർത്താവ് ഒരു കൃപ തരില്ല. അല്ലേ? ഏതെങ്കിലും ഒരു സഹനം, ഏതെങ്കിലും ഒരു സഹനത്തിലൂടെ മാത്രമേ സഹനം കിട്ടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിന്നോ കുടുംബത്തിൽ നിന്നുള്ള സഹനമായിരിക്കും, ചിലപ്പോൾ രോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എന്ത് കിട്ടിയാലും നമുക്ക് അത് സഹനമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അല്ലേ? സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച ഒരു വിശുദ്ധിയാണ് അൽഫോൻസമെങ്കിൽ, അതേപോലെ സന്തോഷത്തോടെ സ്വീകരിച്ച മറ്റൊരു വ്യക്തിയാണ് സെലിൻ കണ്ണനായിക്കൽ. നിങ്ങളെ പുസ്തകം കൊണ്ട് വായിക്കണം. ഞാൻ ഒറ്റയടിക്കിരുന്ന് വായിച്ചു. അല്ലേ? ഒറ്റയടിക്കിരുന്ന്. അടുത്തൊരു വിശുദ്ധൻ വരുന്നുണ്ട്. ആരാണെന്ന് വെച്ചാൽ വൈദികരുടെ വിശുദ്ധൻ വരുന്നുണ്ട്. ആരായിരിക്കും? രാമപുരത്തുള്ള കുഞ്ഞച്ചൻ. വൈദികർ പോലും സഹായിക്കാതെ, സഹനത്തിൻ്റെ തീച്ചൂള, വൈദികരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കൊടുക്കാതെ, പാപപ്പെട്ട അതമ്പതി താഴ്ന്ന ആൾക്കാരുടെ കൂടെ ജീവിച്ചു എന്ന ഒറ്റ കാരണത്താൽ മാറ്റി നിർത്തിയൊരു വ്യക്തിയാണ് രാമപുരത്തുള്ള കുഞ്ഞച്ചൻ. അല്ലേലിയ. അതിലൂടെ വണ്ടി ഓടിച്ച് പോയവർ ആ കുരിശ് കണ്ട് അവിടെ എന്തൊരു പ്രത്യക്ഷം ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ വിശുദ്ധരുടെ പദവിയിലേക്ക് പല അത്ഭുതങ്ങളും പല മേഖലകളും കണ്ടത് വിശുദ്ധരുടെ പദവിയിലേക്ക് വരുത്താം. ഒന്ന് ഓർത്ത് നോക്കി, ആ പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ജീവിച്ചു. അവരെ പുനരുദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. സ്റ്റാൻസ്വാമിയെക്കുറിച്ച് അമേരിക്കക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാൻസ്വാമി ഒരു ഭീകരവാദിയാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ താട നിയമം മൂലം ജയിലിലടച്ചു. ആ ജയിലിൽ ചെന്ന് ഒരു സ്ട്രോ പോലും കിട്ടാതെ, വെള്ളം കുടിച്ചു വല്ല ഭക്ഷണം കഴിക്കാനാണ് അല്ലെങ്കിൽ പാല് കുടിക്കാനാണ് സ്ട്രോ പോലും കൊടുക്കാതെ അതിനെ പീഡിപ്പിച്ച ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് മരിക്കുമ്പോൾ അതിൻ്റെ 100 മീറ്റർ അപ്പുറത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഗവൺമെൻറ് അധികാരികളോ ജയിലധികാരികളോ തയ്യാറാതിരുന്നപ്പോൾ കോടതിയിൽ കേസ് വാദിച്ചു. ആ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട സ്വാമിയെക്കുറിച്ച് അമേരിക്കയിലെ പാർലമെൻറ്റിൽ അവർ അവതരിപ്പിച്ചൊരു ലേഖനം ഇതാണ്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം, ആ മനുഷ്യൻ കുറ്റം വിമുക്തനാണെന്ന് തെളിയണം. അല്ലേ? എന്താ കാരണം? എന്താ? പാപപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളുടെ ഉള്ളിൽ കിടന്ന് അവരെ ചൂഷണം ചെയ്യുന്നതിന് എതിരെ പ്രവർത്തിച്ചപ്പോൾ സ്റ്റാൻസ്വാമി ആരായി? ഒരു ശത്രുവായിട്ട് ഭരണതര നേതാക്കന്മാർക്കായി. എന്നിട്ട് ആ മനുഷ്യൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. ഭീകരവാദിയാണെന്ന് ചിറ്റി. പക്ഷേ അവരുടെ സഭ അവൻ്റെ കൂടെ നിന്നു.
നമ്മുടെ ഇവിടെ ആളുകളും ഒന്നും പറയാതെ, കാരണം എല്ലാവർക്കും പേടിയായതുകൊണ്ട് അമേരിക്കയിൽ നിന്നും അവർ 4 ആളുകൾ അത് പാർലമെൻറ്റിൽ പേപ്പർ അവതരിപ്പിച്ചു, അന്വേഷണം വേണം. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ വിശുദ്ധന്മാരായ വൈദിക സന്യസ്തരും ഈ അധംപതിച്ച് കിടക്കുന്ന മനുഷ്യരെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തൊട്ടടുത്ത വചനത്തിൽ പ്രകാരം പറയാണ്, നീ ഉന്നത നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ സവാരി ചെയ്യും. ഹല്ലേലൂയ. ആമോസിന്റെ പുസ്തകം 9:11 ഇപ്രകാരം പറയാണ്, ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് പോയി കർത്താവിന്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കുകയും യുവാക്കൾ സന്തോഷചിത്തരാകും. നമ്മുടെ പിള്ളേർ നൃത്തം ചെയ്യുന്നുണ്ട്, അവര് ഗാനങ്ങൾ ആലപിക്കുന്നത് ഇവിടെയല്ലെന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേർ ആടുന്നുണ്ട്, നല്ലതായിട്ട് ആടുന്നുണ്ട്. ഹല്ലേലൂയ. പള്ളിയിൽ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നടത്തുവര്. ഹല്ലേലൂയ. ഈ നൃത്തം എന്ന് പറയുന്ന കർത്താവിൽ അവർ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ ചെയ്യുന്ന ഇസ്രായേൽ ജനം ചെയ്യുന്ന ഒരു കാര്യം, അവർക്ക് ഈ ധാന്യങ്ങൾ കിട്ടിയാൽ അതിൻ്റെ ഒരു വിഹിതം ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് അവർ ആനന്ദിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ആദ്യ ഫലം കർത്താവിന് കൊടുക്കുന്നത്, അല്ലേ? ഒരു തെങ്ങ് ഫലം തന്നാൽ, ഒരു തോട്ടത്തിൽ കൊലയുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതികളോ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞു. ഔസേപ്പിതാവിൻ്റെ അപ്പൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഔസേപ്പിതാവ് പറയാണ്, അപ്പൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യുമ്പോഴാണ് അപ്പൻ നല്ലവണ്ണം കിട്ടുന്നത്. നമ്മുടെ കുട്ടികളെ ഇതൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ നമ്മളെവിടെ കിടക്കേണ്ടി വരും? എവിടെ കിടക്കേണ്ടി വരും? ശുദ്ധീകരണ സ്ഥലത്തിൽ നീണ്ട നാൾ കിടക്കേണ്ടി വരും. കാരണം എന്താ? നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ ഈ ലോകത്തിൽ ആരും ഇല്ലെങ്കിൽ സഹനത്തിൻ്റെ തീച്ചുള നീണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധന്മാരെ ഈശോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സഹനത്തിൻ്റെ തീച്ചൂള. അത്ര എളുപ്പമല്ല. നമ്മൾ പറയുന്ന പോലെ ഈ കാലത്തിൽ സുഖമായിട്ട് ജീവിച്ചാൽ എന്തുണ്ടാവും? നിത്യനരകായിരിക്കും. ഒരു മീഡിയം പാതയിലൂടെ പോയാൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും. നല്ല സഹനങ്ങൾ ഏറ്റെടുത്തിട്ടാണ് പോകുന്നെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക്. അതുകൊണ്ടാണ് 5 വർഷം കൊണ്ട് വിശുദ്ധനായി 5 വർഷം കൊണ്ട് ജോൺ പോൾ 2 മാർപ്പാപ്പ. ഹല്ലേലൂയ. നമ്മൾ 2 സഹമധ്യസ്ഥരാണ് നമുക്കുള്ളത്. പരിശുദ്ധ അമ്മയുടെ ആലയമാണ് സഹമധ്യസ്ഥ. ഒന്ന് അൽഫോൻസമ്മ, മറ്റൊന്ന് ജോൺ പോൾ II. യുവതിവാക്കൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ സഹായം ചെയ്യുന്നത് ജോൺ പോൾ II-ൻ്റെയാണ്. ഹല്ലേലൂയ. ഈ ആമോസിന്റെ പുസ്തകം 9:11 പ്രകാരം പറയാണ്, അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ ഉയർത്തും. നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബത്തിന്റെ കൂടാരങ്ങൾ തലമുറ നമ്മൾ പണിതുയർത്തണം. കേടുപാടുകൾ തീർത്ത് വീണ്ടും ഞാൻ അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. നമ്മുടെ കുടുംബത്തിൽ കാർന്നോമാർ ചെയ്തു, ഞാൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ജീവിച്ചവർ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാനല്ല ചെയ്യേണ്ടത്. പരിഹാരം, പരിത്യാഗം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ പറയാണ്, ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിതുയർത്തും. ആ കേടുപാടുകൾ തീർത്ത് വീണ്ടും ഞാൻ അതിനെ പഴയ കാലത്ത് എന്ന് പോയ പണിതുയർത്തും. അപ്പോൾ ഏദോമിന്റെ അവശേഷിക്കുന്നവരെയും തന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നതെന്ന് ആ ദിനങ്ങൾ ആസന്നമായി. ജോബിന്റെ പുസ്തകം 22:26 പ്രകാരം പറയാം, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ആനന്ദിക്കണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ആനന്ദിക്കുന്ന എന്തായിരിക്കും? ഭക്ഷപദാർത്ഥങ്ങൾ ആസ്വദിച്ച്, TV കണ്ടുകൊണ്ടിരുന്ന്, മറ്റുള്ള സീരിയൽ കണ്ടുകൊണ്ട് ഇവിടെ പ്രകാരം ജോബ് തൻ്റെ സഹനങ്ങളുടെ തീച്ചൂടയിൽ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. ഹല്ലേലൂയ. 22:26 പറയാണ്, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരി. 24-25 സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ
സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ. സ്വർണത്തെ പോലെ പൊടിയിലും ഓഫറിനെ പൊന്നിലെ പോലെ നദീതടത്തിലെ കല്ലുകൾക്കടിയിലും എറിയുമെങ്കിൽ. പറയാണ് 25 ജോബ് പറയാ, സർവശക്തൻ എനിക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുന്നുവെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ദൈവമാണ് നമുക്ക് എല്ലാം തരണം. ആയുസ് നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, ദീർഘായുസ് നൽകുന്നത്, സമ്പത്ത് നൽകുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഞായറാഴ്ച ദിവസം ജോലി ചെയ്താൽ ഇരട്ടി ശമ്പളം കിട്ടും, ഇരട്ടി വേതനം കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ജോലി ചെയ്യാൻ പോവുകയല്ല ചെയ്യേണ്ട. ജോലി ചെയ്താൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ദൈവകൽപ്പന ലംഘിച്ചാൽ നീ രോഗിയായിട്ട് മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, സങ്കീർത്തന പുസ്തകത്തിൽ 37:4 പ്രകാരം പറയാണ്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. എങ്ങനെയാണിത് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമ്മൾ ആദ്യം കണ്ടത്. ജോബിന്റെ പുസ്തകത്തിൽ നീതി പ്രവർത്തിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുക. ഒന്ന്, നീതി പ്രവർത്തിക്കുക. നീതി പ്രവർത്തിച്ചാൽ എന്തെന്നാ, തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക. മൂന്നാമത് പറയാണ്, അവൻ ദിവസേന കർത്താവിനെ അന്വേഷിക്കണം. നാലാമത് പറയാൻ, എൻ്റെ മാർഗത്തിൽ അവർ സന്തോഷിക്കണം. 5, അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു, ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അടുത്തത് പറയണം, അടുത്തതാണ് കാര്യം, ഞങ്ങൾ എന്തിനു അതായത് ഉപവാസം, പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം, നോമ്പ്, ഈ വഴിയാണ് ഇത് ലഭിക്കുന്നത്. തകർന്നു കിടക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ മതിലുകളും വേലികളും അടിസ്ഥാനങ്ങളും തലമുറ പണിതുയർത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, മരിച്ച വിശ്വാസികളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഉപവാസം, പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം, നോമ്പ് എടുത്ത് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ അത് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ വരും കാലങ്ങളിൽ പണിതുയർത്തപ്പെടുമോ? ഇല്ലല്ലോ. നോമ്പെടുക്കുന്നതിനെ കുറിച്ച് പറയും, മാംസം അടയ്ക്കുന്നത്. ചിലർ പറയുന്ന ഇപ്രകാരമാണ്: അച്ഛാ 7 ദിവസം മാംസം കഴിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല അച്ഛാ. നോമ്പോ? പറ്റില്ല ഫാദർ. വെള്ളിയാഴ്ച മാംസം പറ്റില്ല ഫാദർ. അച്ഛൻ വേറെ എന്തെങ്കിലും കാര്യം പറയാം. പിന്നെ എന്താ പറയാൻ പറ്റുന്നത്? പറയാൻ പറ്റുമോ? ഇവിടെ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന നീ ലംഘിക്കരുത്, നീതി പ്രവർത്തിക്കണം. വേറെ സ്ഥലത്ത് പ്രകാരം ആ നീതിയാണ് നമുക്ക് സംരക്ഷണമായിട്ട്. തുടർന്ന് അവിടെ എവിടെയുണ്ട്. ഹല്ലേലൂയ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 8:1, മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 3:8, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2:18. അതായത് നീതി പ്രവർത്തിക്കുക, രണ്ടാമത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുക, 3 ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിക്കുന്ന എപ്പോൾ അന്വേഷിക്കണം? ഇതൊരു പരിത്യാഗമാണ്. എന്താ? 3 മണി 3:30 കണ്ട് അന്വേഷിക്കണം. ചിലർ പറയുന്നുണ്ട് രാത്രി പുലർച്ചയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല അച്ഛ, പകല് മുഴുവനും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാറ്റത്ത് കുറേ വീടുകൾ പോയി എന്ന് വിചാരിക്കുകയാണ്. ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിന് എഴുതി കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും വീട് കിട്ടുമെന്ന് പറയാണ്. നമ്മളെന്ത് ചെയ്യും? 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വീടിന് വേണ്ടി അപേക്ഷ കൊടുക്കില്ലേ? കഴിഞ്ഞ ദിവസം ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ വില്ലേജിൽ പോയി പറഞ്ഞു, വില്ലേജിലും പഞ്ചായത്തിലും പോയി പറഞ്ഞു. അവർ പറഞ്ഞു ഉടൻ തന്നെ അപേക്ഷ കളക്ടർക്ക് അയക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കും. 11ാമത്തെ ദിവസം നമ്മൾ ചെന്നാലോ കിട്ടുമോ? കർത്താവ് എന്താ പറയണേ? പരിഹാരം എന്ന് പറയുന്നത് പുലർച്ചയ്ക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയാണ്. പകല് മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഇടവകയിൽ ഞാൻ ആദ്യത്തെ ഒരു ഇടവകയിൽ പോയി. ആ ചേച്ചിയുടെ വീടിൻ്റെ മുകളിൽ മൃഗങ്ങളാണ്, ആന, കരടി, പുലിയൊക്കെ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട വീട് വെഞ്ചിരിക്കാൻ ചെന്ന്, അത്രമാത്രം ദുർഘട. ഒരു 2-3 മണിക്കൂർ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുക. ഒരു വീട് അവിടെ ഇല്ല. ഞാൻ ചെന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി കുർബാനയ്ക്കും വരുമോ? എൻ്റെ അച്ഛാ ഇവിടെ നിന്ന് എങ്ങനെയാണ് കുർബാനയ്ക്ക് ഇറങ്ങി വരാൻ പറ്റുന്നത്? അച്ഛൻ നടന്നു വന്ന വഴി അറിയില്ല. കഷ്ടപ്പാടല്ല അച്ഛാ, ബുദ്ധിമുട്ടല്ല അച്ഛാ, മൃഗങ്ങളാണല്ലോ, ഇഷ്ടം പോലെ മൃഗങ്ങളാണല്ലോ, എങ്ങനെ പോരാൻ പറ്റുമോ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ കൂടുന്ന ചേട്ടൻ പറയാണ്, കഴിഞ്ഞ തവണത്തെ ഈ പ്രകൃതിക്ഷോഭത്തിൽ ഗവൺമെൻറ്റിൽ നിന്നും സഹായം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി കാഞ്ഞിരപ്പുഴയിൽ 6 മണിക്ക് പോയി വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് വെച്ചാൽ 7 മണിക്കോ 9-9:30 ഉള്ള കുർബാനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് ഈ മല ഇറങ്ങി വന്ന് ബസ് കിട്ടിയ
എന്ന് പറഞ്ഞാൽ അന്ന് അത്രയും ബസ്സുള്ള റൂട്ടല്ല. പക്ഷേ ആ ചേട്ടത്തിക്ക് 6 മണിക്ക് കാഞ്ഞിരപ്പുഴ വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ ചെന്ന് ക്യൂ നിൽക്കാൻ ഒരു ആനയില്ല, ഒരു പുലിയില്ല, ഒരു മൃഗമില്ല, ഒരു പേടിയില്ല, ഒന്നുമില്ല. പള്ളി പോകാൻ പേടിയുണ്ട്, മൃഗമുണ്ട്. എങ്ങനെ പോകുന്നത് വെച്ചാൽ അല്ലേ? സഹായം എവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം എവിടെ കിട്ടുന്നു, സാമ്പത്തിക സഹായം കിട്ടുന്നു കഴിഞ്ഞാൽ, ഒരു കിറ്റ് 1000 രൂപയുടെ സാധനം ഉള്ളൂ എന്ന് പറഞ്ഞത്, പക്ഷേ കിറ്റിന് വേണ്ടി ഇടിയായിരുന്നു അല്ലേ? കിറ്റിന് വേണ്ടി ഇടിയായിരുന്നു അല്ലേ? അവസാനം കിറ്റ് മേടിച്ച സാധനങ്ങളെല്ലാം ചിലത് ഉപയോഗമില്ലാതെ പുറത്തേക്ക് വലിച്ചെറിയേണ്ടിയും വന്നു അല്ല. ഭൗതിക സുഖങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെട്ടു? അതുകൊണ്ടാണ് പറഞ്ഞത്, പുലർക്കാലം എഴുന്നേറ്റ് നീ എന്നെ അന്വേഷിച്ചാൽ നിൻ്റെ കുടുംബം ഭദ്രമാകും. അതാണ് കർത്താവ് നിനക്ക് പരിഹാരം ചെയ്യുമില്ല. പക്ഷെ 3 മണി, പുലർച്ചെ 3 തൊട്ട് 6 മണിയുള്ള സമയം സാത്താൻ്റെ പരീക്ഷണം. 3-4 യാമത്തിലാണ് നമ്മുടെ കുടുംബങ്ങളെ പിശാച് നശിപ്പിക്കുന്നത്. അത് പകലൊന്നുമല്ല. അപകടങ്ങൾ പകല സംഭവിക്കുന്നത്, പക്ഷേ അതിന് മുമ്പേ നമ്മുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കിയിരിക്കുന്നു അല്ലേ? നമ്മൾ മാത്രമല്ല, ഇത് അക്രൈസ്തവർ പോലും പറയുന്നുണ്ട്. അവർ പറയുന്നത് ബ്രഹ്മ മുഹൂർത്തം. എല്ലാ മതത്തിലും ഈ പ്രാർത്ഥനയുണ്ട് അല്ലേ? മുസ്ലിം മുഹമ്മദിയുടെ മതത്തിൽ പ്രാർത്ഥനയുണ്ട്, ഹിന്ദുക്കൾ പ്രാർത്ഥനയുണ്ട് അല്ലേ? അതേ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ പറഞ്ഞ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ടൈമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ, ഒരു ചുമ്മാ ഒരു ചേച്ചി പറഞ്ഞു, ഓ അച്ഛനിപ്പോൾ കാലുവേദന ഇല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ചേച്ചിക്ക് കാലുവേദന കിട്ടി അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ടൈമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അല്ലേ? വീണ്ടും പറയാണ്, കർത്താവിൻ്റെ മാർഗം തേടുന്നതിൽ നീ സന്തോഷിക്കണം. അടുത്ത് പറയാം, നീതിവിധികൾ ആരായണം. അടുത്ത് പറയാണ്, ദൈവത്തോട് അടുക്കാൻ താല്പര്യപൂർവ്വം കാണിക്കണം അല്ലേ? ഇതാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം 3:8 നമുക്ക് വായിക്കാം. ഞാനാകട്ടെ യാക്കോബിനോട് അവന്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവന്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിന്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. 7 വായിച്ചു നോക്കിയാൽ, അതായത് ആ കാലഘട്ടത്തിൽ ദീർഘദർശികൾ അപമാനിതരാകും, ഭാവി പറയുന്നവർ ലജ്ജിതരാകും, ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായികയാൽ അവർ വായ്പൊത്തും. ഞാനാകട്ടെ യാക്കോബിനോട് അവന്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവന്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിന്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. അടുത്ത് വായിച്ചു 4 വായിച്ചു നോക്കി. അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക്, ജനസംഘങ്ങളിലേക്ക് ജനതകൾ അവിടേക്ക് പ്രവഹിക്കും എന്ന് പറഞ്ഞ അവസാന കാലഘട്ടങ്ങളിൽ അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ശൃംഗങ്ങൾ മുകളിലായി സ്ഥാപിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ കാർന്നോമാർ പള്ളി പണിയുമ്പോൾ എവിടെ പണിയെന്ന് വെച്ചാൽ, ഒരു ദേശത്തിന് ഏറ്റവും മുകളിൽ പണിയും അല്ലേ? പുതിയ തലമുറ എവിടെ പണിയെന്ന് വെച്ചാൽ, എവിടെ കാശ് കുറച്ച് സ്ഥലം കിട്ടുന്നോ അവിടെ പണിയും. പാടാണെങ്കിൽ പാടം, കുളമാണെങ്കിൽ കുളം നികത്തി അത് എവിടെ പണിയുന്നു അല്ലേ? ഒരു സ്ഥലത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ വെള്ളം കെട്ടി നിന്ന സ്ഥലത്ത് ഒരു 5 വർഷം കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ഒരു ആലയം പണിത് വെച്ചിരിക്കുക. കാരണം അത് മുകളിലുള്ള സ്ഥലത്തിനൊക്കെ വിലയുണ്ട് അല്ലേ? അതുകൊണ്ട് അന്തിമ തൊട്ടടുത്ത 2ാമത്തെ ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടെ മാർഗങ്ങൾ പഠിപ്പിക്കും, നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന്, ക്രിസ്ത്യാനി മാത്രമല്ല, ഹിന്ദു മാത്രമല്ല, മുസ്ലിം മാത്രമല്ല, സിഖ് മാത്രമല്ല, ജൂതന്മാർ മാത്രമല്ല, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ ആലയത്തിലേക്ക് അങ്ങ് പ്രവഹിക്കും. അത് തുടർന്ന് വരുന്ന 5:4 ഇപ്രകാരം പറയാണ്, എന്താ പറയുന്നത്, കർത്താവിന്റെ ശക്തിയോടെ അവൻ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ പ്രവാചകന്റെ 8:1 പറയാണ്, കാഹളം അധരങ്ങളോട് അടുപ്പിക്കുക, കർത്താവിന്റെ ആലയത്തിന് മുകളിൽ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ കഴുകന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. എന്താ അല്ലേ? ഒരു കൊച്ചിൻ്റെ മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടു. കഴുകന് 30 കിലോ പൊക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
നമ്മൾ കഴുകനെ വെറുതെ ആയിട്ട് തള്ളരുത്. അല്ലേരിയാം, അല്ലേരിയാം. ഞാനിവിടെ പറഞ്ഞ കഴുകനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബോംബെയിൽ നിന്ന് വന്ന ഒരു സമൂഹം പറഞ്ഞ പ്രകാരമാണ് കഴുകന്മാരെ പ്രത്യേകം മനുഷ്യരെ കഴുകന് പേടിയാണ്. എന്താണെന്നറിയാമോ? പാഴ്സികൾ എന്ന് പറഞ്ഞ സമൂഹം അവർ ചത്തു കഴിഞ്ഞാൽ ഒരു വിജന പ്രദേശത്തേക്ക് വലിച്ചെറിയും. കഴുകന്മാർ വന്നാൽ ചത്ത മനുഷ്യൻ്റെയും കണ്ണ് മുമ്പ് പൊട്ടിപ്പൊട്ടി. അപ്പം മനുഷ്യൻ ചത്താലും കഴുകന് പേടിയാണ്, കഴുകന് പേടിയാണ്. അതുകൊണ്ട് എന്താ സാത്താൻ ചെയ്യുന്ന കാര്യം എന്താ പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് നശിപ്പിക്കുന്നത്. ഒന്ന് നാവ്, ഒന്ന് കണ്ണ്, കുത്തിപ്പൊട്ടിക്കും. അതുകൊണ്ട് പറയാണ് കർത്താവിൻ്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെടുന്നു. കാരണം അവർ എൻ്റെ കൽപ്പന ലംഘിച്ചു, ഉടമ്പടി ലംഘിച്ചു, എന്റെ നിയമം അനുസരിച്ചില്ല, എൻ്റെ നിയമം അവരനുസരിച്ചില്ല, അവർ എന്നോട് അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിക്കുമ്പോഴാണ്, ദൈവപ്രമാണം ലംഘിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജോലിക്ക് വേണ്ടി വിട്ടു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലത്തിന് വേണ്ടി ദൈവം, അല്ലാതെ കർത്താവ് ഒരിക്കലും ഒരാളെ നശിപ്പിക്കില്ല. കർത്താവ് നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കർത്താവിൻ്റെ പേരെന്താണ്? സാഡിസ്റ്റ് എന്ന് ഇടേണ്ടി വരും, അല്ലേ? കർത്താവ് ഞാൻ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലത്തിന് വിട്ടു. ആരാ പറയുന്നത്? ജോബ് 34:10 പറയുന്നുണ്ട്. വിജ്ഞാനികളെ കേൾപ്പിൻ, ദൈവം ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല, സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല, പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലത്തിന് വേണ്ടി അവിടുന്ന് അവരെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് ഇപ്രകാരം പറയാണ്, കാരണം അവരെൻ്റെ ഉടമ്പടി ലംഘിച്ചു. നമ്മുടെ മക്കളുടെ മുകളിൽ അല്ലെങ്കിൽ മക്കളെ ചുറ്റിപ്പറ്റി കഴുകന്മാർ കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുടെ കുട്ടികളുടെ കണ്ണുകൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ, ബ്ലൂ ഫിലിമോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ ആഭിചാര പ്രവൃത്തികൾക്കോ വിട്ടു പോകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർവികർ നമ്മളും കൽപ്പനയുടെ ലംഘനം നടത്തി. നമ്മൾ പറയും നിസ്സാര കാര്യമില്ല, ഞായറാഴ്ച ഒരു കുർബാനയോ പോയില്ലെന്ന് വെച്ചാൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടോ? അല്ലേലിയ, അല്ലേലിയ, അല്ലേലിയ. നമ്മൾ പറയാണ് ഈ AMI ക്യാമറയുടെ മുമ്പിലൂടെ പറയുക, ഒരു ഹെൽമറ്റ് വെച്ചില്ല, ഇത്രയും പ്രശ്നമുണ്ടോ? എന്തുണ്ടാവും? നല്ലൊരു ക്യാമറയിൽ ഫോട്ടോ എടുത്തത് അയച്ചു തരും, 500 രൂപ അയക്കണം. കാസർഗോഡുള്ളൊരു മനുഷ്യൻ, 75-80 വയസ്സൊരു മനുഷ്യൻ, ഒരു മുഹമ്മദീന പയ്യൻ, ഒരു ചേട്ടൻ, 1/2 കിലോമീറ്റർ ഉള്ളൂ മില്ല് കടയിലേക്ക്, 1/2 കിലോമീറ്റർ. ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകും, 6 പ്രാവശ്യം. തൊട്ടടുത്ത് ഉള്ള ക്യാമറ ആയതുകൊണ്ട് ഈ മനുഷ്യൻ ബെൽറ്റ് ഇട്ടില്ല. അല്ലേരിയ. 3 മാസത്തെ എങ്ങാണ്ട് 87,000 രൂപയാണ് ബില്ല്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ 87,000 രൂപ വരുമോ? 500 രൂപ അങ്ങോട്ടും 500 രൂപ ഇങ്ങോട്ടും. ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോകും, വൈകിട്ട് കാപ്പി കുടിക്കാൻ പോകും. മില്ലാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ മില്ലിൽ പോയാൽ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ ബിസിനസ്സിൽ നിന്ന് പോലും ഇത് അടയ്ക്കാനുള്ള പൈസ കിട്ടില്ല, ഗവൺമെൻറ് ഒഴിവാക്കി തരാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ഒരു 20, 30, 50 രൂപ കൊടുത്താൽ ലഘുഭക്ഷണം, പ്രാതൽ ഭക്ഷണം നമുക്ക് കിട്ടും. എത്ര ഫൈൻ വന്നത്? 1000 രൂപ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിയമമൊക്കെയും പറയും. ചിലവർ പറയും, അച്ഛാ ഞാൻ കഴിഞ്ഞ കുടുംബത്തിൽ വെച്ചു, എന്താണ് കൊച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പനിയാച്ചാ, പരീക്ഷ എടുക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴല്ല, രോഗമാണച്ചാ, വേറെ ഒരു കുഴപ്പമില്ല, പരീക്ഷ കഴിഞ്ഞാൽ കൊച്ചിന് കുഴപ്പമില്ല, പരീക്ഷ പോകുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. ഞാൻ കൊച്ചു, എൻ്റെ നാളെന്താന്ന് ചോദിച്ചു, നല്ല നാളാച്ചാന്ന്. അവൾ വെച്ചോടം കീറുന്ന പറഞ്ഞിട്ട് തെറിഞ്ഞ് വെച്ചോടം കീറാണ്. അല്ലേലിയ. കാരണം എന്താ? പരീക്ഷ വന്നാൽ കൊച്ചിന് അസുഖം. എന്നിട്ട് ചോദിച്ചു വന്നത്, ഞാൻ നോക്കിയില്ല അച്ഛാ, ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ. ആരാ പറഞ്ഞത്? അമ്മയാണ്. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ വീട് കൽപ്പന ലംഘനമല്ലേ? കാരണം എന്താ? ഒരു മതത്തിൻ്റെ ഒരു നാളെന്ന് പറയുന്ന ഒരു ദേവനിലെത്താണ്. നമ്മൾ പേരെന്താ സ്വീകരിച്ചിരിക്കുന്നത്? എൻ്റെ ഒരു ഫ്രാൻസിസ് എന്നാ അല്ലേ? അത് തന്നെ അവരും സ്വീകരിക്കുന്നു. അല്ലേലിയ. അത് എല്ലാ മത സമുദായത്തിലും അവർക്ക് അവരുടെ ദേവന്മാരുടെ പേര് സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഈശോ ബന്ധിച്ചതും ബഹിഷ്കരിച്ചതും നാളിനെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ നിസ്സാരമായിട്ട് കാണരുത്. നിസ്സാരമെന്ന് നമ്മൾ തള്ളിക്കളയുന്നത് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചിട്ടു. പിശാച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെ ചെറിയൊരു ഇതുണ്ടാവുന്നു അതിലൂടെ കയറും. ഹോസിയ 2:18 വായിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ മുകളിൽ ഈ പിശാച് ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുടുംബാംഗങ്ങൾ കൽപ്പന, ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിക്കാൻ തുടങ്ങിയാൽ, ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് പണിതുയർത്താൻ കൃപ വരും.
ആ നാളുകളിൽ ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോട് ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാനൊരു ഉടമ്പടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും. സുരക്ഷിതമായി നിനക്ക് ഉറങ്ങാനായിട്ട് ഞാൻ. അതുകൊണ്ടാണ് കൊരിന്തോസ്യരുടെ 2-ാമത്തെ ലേഖനത്തിൽ 3:3 പ്രകാരമാണ്, മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് കൽപ്പനകളിലല്ല മോസസിന് കൽപ്പന കൊടുക്കുന്ന എങ്ങനെയാ? കൽപ്പനയുടെ നിയമം കൊടുക്കുന്ന എങ്ങനെയാ? കൽപ്പലകളിലാണ്. ഇവിടെ പറയാണ് ഈശോ വന്നതിന് ശേഷം ചെയ്തപ്പോഴാണ് അത് മഷി കൊണ്ടല്ല നമ്മുടെ ഹൃദയങ്ങൾ എഴുതിയത്, മറിച്ച് എന്താ? മനുഷ്യരുടെ ഹൃദയഫലങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി യേശു എഴുതപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരു രക്തത്തിലൂടെയും തിരു ശരീരത്തിലൂടെയാണ്. അതിലൂടെ ആര് നിർവീര്യമായി? അതുകൊണ്ട് അഗസ്തീനോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്, സാത്താൻ തോറ്റ ഒറ്റ കാര്യമുള്ളൂ, അവന് ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു, ഏക മകൻ്റെ ശരീരവും രക്തവും ചോദിച്ചു. ദൈവം കൊടുക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. അവൻ കൊടുത്തതുകൊണ്ട് എന്തായി? അഗസ്തീനോസ് പറയാ, എൻ്റെ പാപം പോയി. അതുകൊണ്ടാണ് മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളിലല്ല മനുഷ്യ ഹൃദയങ്ങളുടെ ഫലങ്ങളിൽ തങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ലിഖിതമാണ്. വീണ്ടും പറയുവാണ്, സ്വന്തമായി എന്തെങ്കിലും അവകാശപ്പെടാൻ ഞങ്ങൾക്ക് യോഗ്യരല്ല, ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അല്ലേലൂയ. നമുക്ക് ജോലി കിട്ടി, നമുക്ക് ആരോഗ്യം കിട്ടി, നമുക്ക് മക്കൾ കിട്ടി, നമുക്ക് എസ്റ്റേറ്റ് കിട്ടി, നമുക്ക് വാഹനം കിട്ടി, നമ്മുടെ കഴിവാണോ? ചില കാരണവന്മാർ പറയും ഇതെൻ്റെ കഴിവാണ്, ഇതെൻ്റെ നേട്ടമാണ്. അല്ലേലൂയ. നിയമാവർത്തന പുസ്തകം പുറപ്പാടിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് കന്നുകാലികൾ പെരുകുമ്പോഴും തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് നിങ്ങൾക്ക് ധാന്യങ്ങൾ വർദ്ധിക്കുമ്പോഴും നല്ല വീടുകൾ പണിത് നിങ്ങൾ സുരക്ഷിതരാകുമ്പോഴും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിങ്ങൾ നിറയുമ്പോഴും കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്നെ മറക്കരുത്. അപ്പോസ്തല പ്രവർത്തനം 1:1 തുടങ്ങുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആരേൽപ്പിച്ചത്? അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അല്ലേലൂയ. അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങളെല്ലാം അടിസ്ഥാനത നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യുക. പാപത്തിൻ്റെ പരിഹാരമാണ് പ്രാർത്ഥന. അല്ലേലൂയ. 2, നീ ഉപവാസം എടുക്കണം. അല്ലേലൂയ. ഉപവാസം എടുത്താൽ എന്താ പറഞ്ഞാൽ പിശാചിന് ഏറ്റവും ഉപദ്രവമുള്ള ഒരു കാര്യമാണ് ഉപവാസം. ഉപവാസവും പ്രാർത്ഥനയും കൂടി അല്ലാതെ ഈ വക പുറത്തു പോയില്ലെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, എവിടെയാണ്? അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ മർക്കോസ് 9:27-29 തിരിക ഉപവാസവും പ്രാർത്ഥനയും കൂടി അല്ലാതെ ഇവയൊന്നും പുറത്ത് പോയില്ല. അല്ലേലൂയ. 3-ാമത്തെ കാര്യം എന്നാൽ നോമ്പ്, വെള്ളിയാഴ്ച മാംസം വർജിക്കണം. അല്ലേലൂയ. അടുത്തത് പരിത്യാഗം എടുക്കണം, മാംസം വർജിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കുക എന്നുള്ള, അല്ലേ? അന്വേഷിക്കുന്നവരുടെ പാപം. പരിശുദ്ധ അമ്മയുടെ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ എനിക്ക് 2-ാമത്തെ ദിവസത്തിൽ പ്രാർത്ഥന ജലം പോലെ ഒഴുകണം. ജലം പോലെ ഒഴുകിയാൽ അത്രമാത്രം പാപം കഴുകിക്കളയും. കണ്ണുകളടയ്ക്കുക. ഉപവാസം, പ്രാർത്ഥന, പരിത്യാഗം, നോമ്പ്, മാംസവർജനം, പരിശുദ്ധാത്മാവിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. അന്ന് നീ ജോലി ചെയ്യരുത്. നിൻ്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ അന്ന് ജോലി ചെയ്യരുത്. അല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്നും ഉയർത്താം. ഇഷ്ടംപോലെ ധാന്യങ്ങൾ കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം ഏതായിരുന്നു വെച്ചാൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ പൂർവികർ ഏത് ദേശത്ത് ചെന്നാലും ആ ദേശത്തെ കീഴ്പ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കുരിശിനെ ആരാധിക്കുമ്പോഴാണ് ആ ദേശത്തെ കീഴ്പ്പെടുത്താൻ കാട്ടുമൃഗങ്ങളോ കാട്ടുജീവികളോ
പ്രകൃതിക്ഷോഭങ്ങളോ അവർക്ക് ഒരിക്കലും ശല്യം ചെയ്തിട്ടില്ല. അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമായിരുന്നു. ആദ്യം അവർ ചെയ്യുന്നത് ഒരു കുരിശടി സ്ഥാപിക്കും, ഒരു കുരിശുപള്ളി സ്ഥാപിക്കും. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കാട്ടുമൃഗം അവരോട് സമീപനം പാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങൾ അവരോട് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാട്ടുമൃഗങ്ങളും കാട്ടുജീവികളും ദൈവത്തിൻ്റെ നിയമം പാലിക്കുമ്പോൾ നമ്മോട് അവർ തുല്യരായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് വിളിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മതിലുകൾ പണിതുയർത്താനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. എൻ്റെ തകർന്നു കിടക്കുന്ന എൻ്റെ തലമുറ ഒന്ന് പണിതുയർത്താനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. എൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കുടുംബ ജീവിത ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഉണങ്ങി കിടക്കുന്ന എൻ്റെ കുടുംബത്തിലെ തോട്ടങ്ങൾ അത് നട്ടു വളർത്താൻ, നനച്ച് വളർത്താനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ കർത്താവേ. ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ദൈവത്തിന്റെ തിരുസഭയുടെ കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. പരിശുദ്ധ കുർബാനയെ നിസ്സാരമായിട്ട് കാണാതെ, വേറൊരു ഗോതമ്പ് അപ്പം പോലെ കാണാതെ, എൻ്റെ പരിശുദ്ധ കുർബാനയുടെ അർപ്പിക്കുന്ന തിരുരക്തത്തെ വെറും ഒരു വീഞ്ഞ് പോലെ കാണാതെ കർത്താവെ, നിന്റെ ശരീരമായും നിന്റെ രക്തമായിട്ട് രൂപാന്തരപ്പെടുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ എൻ്റെ കണ്ണുകൾ കാണട്ടെ കർത്താവെ. അത്ഭുതങ്ങൾ എൻ്റെ ചെവി കേൾക്കട്ടെ കർത്താവെ. അത്ഭുതങ്ങൾ എൻ്റെ ഹൃദയം ആസ്വദിക്കട്ടെ കർത്താവെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവെ. ചെവി കൊണ്ട് ദൈവവചനം കേൾക്കാനും ദൈവ സാക്ഷ്യങ്ങൾ കേൾക്കാനും ഒരു കൃപ എനിക്ക് നൽകണമേ കർത്താവെ. അടയ്ക്കപ്പെട്ട എൻ്റെ ഹൃദയങ്ങളെ തുറക്കപ്പെടട്ടെ കർത്താവെ. അടയ്ക്കപ്പെട്ട എൻ്റെ ഹൃദയങ്ങളെ തുറക്കപ്പെടട്ടെ കർത്താവെ. അടയ്ക്കപ്പെട്ട എൻ്റെ മനസ്സുകളെ തുറക്കപ്പെടട്ടെ കർത്താവെ. അടയ്ക്കപ്പെട്ട എൻ്റെ ശ്രവണേന്ദ്രിയങ്ങളെ തുറക്കപ്പെടട്ടെ കർത്താവെ. സാത്താൻ അടച്ചുപൂട്ടിയ എൻ്റെ ശ്രവണേന്ദ്രിയങ്ങളെ ഓ പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി തുറന്നു തരണമേ. സാത്താൻ അടച്ചുപൂട്ടിയ എൻ്റെ ഹൃദയത്തെ ഓ പരിശുദ്ധാത്മാവേ അങ്ങ് തുറന്നു തരണമേ. സാത്താൻ അടച്ചുപൂട്ടിയ എൻ്റെ മനസ്സിന്റെ വാതിലുകളെ ഓ പരിശുദ്ധാത്മാവേ അങ്ങ് തുറന്നു തരണമേ. സാത്താൻ അടച്ചുപൂട്ടിയ എൻ്റെ കണ്ണുകളെ അങ്ങ് തുറന്നു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. കണ്ണുകളെ തുറന്ന് കർത്താവിനെ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ വേലിയും നിന്റെ കുടുംബത്തിന്റെ മതിലുകളും നിന്റെ കുടുംബത്തിന്റെ ഭവനങ്ങളും നിന്റെ കുടുംബത്തിന്റെ തോട്ടങ്ങളും നിന്റെ കുടുംബത്തിലെ നീർച്ചാലുകളും പണിതുയർത്താൻ വേണ്ടി ദൈവം ഒരുങ്ങിയിരിക്കുന്ന നിന്നെ ഓരോരുത്തരെയാണെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് നോമ്പെടുത്ത് കർത്താവിനെ പുലർക്കാലെ അന്വേഷിച്ച് നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരുമെന്ന് യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായം 11-12 തിരുലിഖിതത്തിൽ ദൈവം പറയാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യെശയ്യാ പ്രവാചകൻ 58-ന്റെ 2-3 നീ അനുസരിക്കുകയാണെങ്കിൽ 4-5 നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിന്നെ കർത്താവ് പണിതുയർത്തും. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് ആരാധിക്കട്ടെ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ഭാഷാപരത്തോളം ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഭാഷാപരമെന്ന് മറുഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. മാലാഖമാര് ഉപയോഗിക്കുന്ന ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ തീനാവുകളുടെ രൂപത്തിൽ അവിടെ തലയുടെ മുകളിൽ നിൽക്കുന്നത് വിശ്വാസികൾ കാണാനായിട്ട് ഇടവന്നു. ഭാഷാപരത്തിൽ അവർ സ്തുതിക്കുന്നതും ഭാഷാപരത്തിൽ അവർ പ്രസംഗിക്കുമ്പോൾ വിവിധ ഭാഷകളിൽ വിവിധ ദേശത്ത് നിന്ന് വന്നവർക്ക് അവരുടെ താന്താങ്ങളുടെ ഭാഷയിൽ കേൾക്കാനായിട്ട് സാധിച്ചത് പരിശുദ്ധാത്മാവ് ഭാഷയെ ഇല്ലാതാക്കി മാറ്റി.